താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ അമ്മയെ നാട്ടിച്ചു. നമസ്കാരം, ബ്ലിങ്കിലേക്ക് സ്വാഗതം. നാളെ റിസൾട്ട് വരുന്നത് വരട്ടെ, അതിനുശേഷം ബാക്കി സംസാരിക്കാം. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് ഗതികെട്ട് കേരളം. പരീക്ഷാഫലം സമയബന്ധമായി പ്രഖ്യാപിക്കുന്നു. ഇനി എന്തൊക്കെ കാണണം എന്റെ ശിവനെ. ഞാൻ പ്രഖ്യാപിക്ക്. SSLC പരീക്ഷ എന്നത് ജീവിതത്തിലെ ഒരു ഘട്ടം മാത്രമല്ല, ഒരു ഘട്ടം മാത്രമാണ്. ഓ അങ്ങനെ ഒരക്ഷരം പോലും എഴുതി വായിക്കുക എന്നല്ലാതെ സ്വന്തമായി നല്ല കോൺഫിഡൻസാ കേരള വിദ്യാഭ്യാസ മന്ത്രിക്ക്. പക്ഷേ ഇപ്പൊ നാട്ടുകാർ പറയുന്നത് നല്ല തൊലിക്കട്ടിയാണെന്നാണ്. ഇപ്പൊ ഒരു കാരണവശാലും ഇതിനെ ആൾക്കാർ ഉൾക്കൊണ്ടപ്പെടേണ്ട കാര്യമില്ല. 9,000-നെ 900 ആക്കിയ വിദ്വാനല്ലേ നമ്മുടെ കേരളം. സംസ്കാരത്തിലും വിദ്യാഭ്യാസത്തിലും ഇന്ത്യയിൽ തന്നെ മുൻപന്തിയിലായിരുന്നു എന്നൊക്കെയാണല്ലോ ഗീർവാണം പറഞ്ഞിരുന്നത്. അല്ല, അത് പണ്ടത്തെ കഥ കേട്ടോ. ഇന്നത്തെ കഥയോ ആകെ കുളമായ കേരള വിദ്യാഭ്യാസം. എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. തല നേരെ ആയാലല്ലേ വാല് ശരിയാവൂ. ചേട്ടാ, അപമാനിച്ചെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. വിദ്യാഭ്യാസത്തിലൂടെയാണ് സംസ്കാര രൂപീകരണം സംഭവിക്കുക അല്ലേ ആണെന്നാണ് വൈപ്പ്. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, ആളോള് പറഞ്ഞതാ, വലിയ വലിയ ആളോളുകളെ. അങ്ങനെയെങ്കിൽ ഈ വിദ്യാഭ്യാസ വകുപ്പ് ഏൽപ്പിക്കേണ്ടത് സംസ്കാര സമ്പന്നനായ ഒരാളെ അല്ലേ? ഒരു മിനിറ്റ്, ഇതൊന്ന് കാണണം കേട്ടോ. സംസ്കാരം നമ്മളെ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അങ്ങെന്നാണ്. കേറി അങ്ങോട്ട് പൊളിക്കാണ്. നട്ടക്കട്ടെ. അതുകൊണ്ടരിശം തീരാത്തവന പുരയുടെ ചുറ്റും വണ്ടി നടന്നു. അതുകൊണ്ടരിശം തീരാത്തവന പുരയുടെ ചുറ്റും വണ്ടി നടന്നു. ഈ പെർഫോമൻസ് കണ്ടിട്ടാവണം മുഖ്യമന്ത്രി വിദ്യാഭ്യാസം ഇങ്ങനെ തന്നെ ഏൽപ്പിച്ചത്. നല്ല സംസ്കാരം. റിയലി ഗുഡ്. ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. അല്ല, ഈ കേരളത്തിൽ LDF മന്ത്രിസഭ ഓരോരോ വകുപ്പുകൾ ഏൽപ്പിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രാവീണ്യമുള്ളവരെ തന്നെയാ തിരഞ്ഞെടുക്കാറ് എന്നാണ് വായ്പ്. എല്ലാറ്റിനും ഒരു വൈരുദ്ധ്യാത്മകതയുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു പോസിറ്റീവ് ആണെങ്കിൽ മറ്റൊരു നെഗറ്റീവ് അതിന്റെ കൂടപ്പുറപ്പായിട്ട് തന്നെയുണ്ട്. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് കേട്ടോ. ഈ ആശാനക്ഷരമൊന്നു പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന് എന്നല്ലേ നമ്മുടെ ശിവൻകുട്ടി ആശാന്. അക്കവും അക്ഷരവും ഒന്നല്ല പിഴച്ചത്, ഓരോ വർഷവും ഇങ്ങനെ പിഴച്ചോണ്ടിരിക്കുകയല്ലേ. പിഴയുടെ പരമ്പര തന്നെയാണ് ആശാന്റെ ചരിത്രത്തിലുള്ളത്. ആശാ ക്ഷമിക്കണം. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് സംസ്ഥാനങ്ങളെക്കുറിച്ചും ജില്ലകളെക്കുറിച്ചും ഒക്കെ വലിയ അവഗാഹമുള്ള ആളാണ് കേട്ടോ. കണ്ടോളൂ. ഇന്ത്യയിലെ 35 സംസ്ഥാനങ്ങളല്ലേ? അല്ല, ഈ പിഴവൊക്കെ ഏത് മന്ത്രിക്കും സംഭവിക്കും അല്ലേ സാറേ? ഒരു നാക്കിന്റെ പിഴവൊക്കെ ലോകത്തുള്ള എല്ലാ മനുഷ്യരും സംഭവിക്കും. ഒരു പിഴവൊക്കെ ഏത് മന്ത്രിക്കും സംഭവിക്കും എന്നല്ലേ? പക്ഷേ മന്ത്രി സാറേ, ഈ നാക്ക് പിഴവും വിഡ്ഢിത്തവും ഒരു തെറ്റൊന്നുമല്ല. താങ്കളൊരു UP സ്കൂൾ കുട്ടിയുടെ നിലവാരം പോലും ഇല്ലാതെ അക്കങ്ങളും അറിവുകളും എടുത്ത് ഒരു ഉളുപ്പും ഇല്ലാതെ ഇങ്ങനെ അമ്മാനാടുന്നത് കാണുമ്പോൾ അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിയിൽ കുട പിടിക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഒന്നല്ല, പല തവണ നിങ്ങൾ കുട പിടിച്ചിട്ടുണ്ട്. അതൊരു തെറ്റല്ല. കാരണം അങ്ങയിൽ നിന്ന് ഇതല്ല ഇതിലപ്പുറം ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. എന്ത് പ്രതീക്ഷിക്കാനാ? കുട്ടികൾക്ക് പോലും അറിയാം സംഗതി. അപ്പൂപ്പനെ മനസ്സിലായോ? ആരാണ്? പിള്ളേരെ പിടുത്തക്കാരനൊന്നുമല്ലല്ലോ. ഈ പിള്ളേർക്ക് ഇങ്ങനെ തോന്നുന്നതിൽ ഒരതിശയൊന്നുമില്ല കേട്ടോ. വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പൻ.
എന്നെ കാണുന്നത് പോലല്ല, ഞാൻ ശരിക്കും മന്ത്രിയാ, വിദ്യാഭ്യാസ മന്ത്രി. കണ്ടോ? ഏറ്റവും കുറവ് വിദ്യാർത്ഥി പരീക്ഷ എഴുതിയത് വയനാടാണ് 9353. എന്തോന്നാ ഏറ്റവും കുറവ് വിദ്യാർത്ഥി പരീക്ഷ എഴുതിയത് വയനാടാണ് 9353. ആ ഇത് പഴയത്. ഇനി ഒരു വർഷത്തെ പഠനമൊക്കെ കഴിഞ്ഞ് ഈ വിദ്യാഭ്യാസ മന്ത്രി പാസ്സായോ എന്നൊന്ന് നോക്കാം. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല പാല, മാവേലിക്കര. വിജയശതമാനം ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങൽ. വിദ്യാഭ്യാസ ജില്ല പാലക്കാട്, മാവേലിക്കര, ആറ്റിങ്ങൽ. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ വിദ്യാഭ്യാസ ജില്ല മലപ്പുറം. 4115 വിദ്യാർത്ഥികൾ. 4115. 4115. ഓ രക്ഷപ്പെട്ടു. ഇതെങ്കിലും ഒന്ന് പറഞ്ഞൊപ്പിച്ചല്ലോ. ക്ലിയർ ആയോ? ആ ഞങ്ങൾക്കെല്ലാം ക്ലിയറായി. എൻ്റെ ശിവനെ, ഇതിപ്പോ വർഷാവർഷം ഞങ്ങൾ കേട്ടോണ്ടിരിക്കുകയല്ലേ. ഇനിയിപ്പോൾ എന്താ ഒരു വഴി? ഒരു വഴിയില്ല, പെരുവഴി തന്നെ. പാവം നമ്മുടെ കുട്ടികൾ. ബ്ലിങ്ക് തുടരുട്ടോ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.